പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സ്നേഹവും പരിഗണനയും അംഗീകാരവും ബഹുമാനവുമെല്ലാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഉണർത്തുപാട്ടുകളാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ സ്നേഹവും അംഗീകാരവും പരിഗണനയും ആഗ്രഹിക്കുന്നവരാണ്. അവ ലഭിക്കാതെ വരുമ്പോൾ അസ്വസ്ഥരും നിരാശരും കുറേ പേരെങ്കിലും പലവിധ രോഗങ്ങൾക്കും അടിമയാകുകയും ചെയ്യാറുണ്ട്. സത്യവും നീതിയും കരുണയും കരുതലും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. ഇന്ന് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹവും കരുണയും കരുതലും ഒക്കെയാണ്. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് നാം പലപ്പോഴും കുറ്റം കണ്ടെത്തുകയും കുറ്റം പറയുകയും മറ്റുള്ളവരെ വിധിക്കുകയും എല്ലാം ചെയ്യുന്നത്. സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കുറവുകളും നന്മകളായിട്ട് പോലും തോന്നും. അതാണ് നെഗറ്റീവായ ചിന്തകൾ പോലും നമ്മിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സ്നേഹത്തിന് കഴിയും. മറ്റുള്ളവരെ അംഗീകരിക്കുവാനും ബഹുമാനിക്കാനും അപ്പോൾ കഴിയും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രായമായവരെ തള്ളിക്കളയുന്ന, അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്ത ഒരു ദുരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന അവസ്ഥയിൽ വിഷമിക്കുന്ന ധാരാളം മാതാപിതാക്കളും മുതിർന്നവരും ഉണ്ട്. പ്രത്യേകിച്ച് ആൺമക്കൾ വിവാഹിതരാകുന്നതോടുകൂടി വലിയ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രം എന്ന ചിന്തയിൽ പ്രായമായവരെ അവഗണിക്കുന്ന ഒരു മനോഭാവമാണ് മിക്ക കുടുംബങ്ങളിലും നാം കണ്ടുവരുന്നത്. നാം പലപ്പോഴും വന്ന വഴികൾ മറന്നു പോകുന്നവരാണ്. എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും മക്കളും മാത്രം മതി എന്ന് ചിന്തിക്കുമ്പോൾ പഴയ ഒരു കാലം നാം ഓർക്കണം. നാം ഇത്രയും ആയതെങ്ങനെയാണ്? നാം മറ്റുള്ളവരുടെ സഹായത്തിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സഹായത്താലും അവരുടെ അധ്വാനത്തിൻ്റെ ഫലവുമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത് എന്ന ചിന്ത മക്കളിൽ ഉണ്ടായിരിക്കണം. മനുഷ്യൻ്റെ സ്നേഹം സ്വാർത്ഥത നിറഞ്ഞതാണ്. അതിനൊരു പരിമിതിയുണ്ട്. വിഷമിക്കുന്നവർ ചിന്തിക്കേണ്ടത് പരിപൂർണ സ്നേഹം, അംഗീകാരം, കരുതലും കരുണയും എല്ലാം ലഭിക്കുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മാത്രമാണ്. നാം അർഹിക്കുന്ന രീതിയിൽ സ്നേഹം ലഭിക്കാതെ നാം വിഷമിക്കുമ്പോൾ നാം തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്, പ്രത്യേകിച്ചും ദൈവവചനങ്ങളിലേക്കാണ്. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സ്നേഹവും അംഗീകാരവും നമുക്ക് ലഭിക്കുന്നത്. യേശു പറഞ്ഞിട്ടുണ്ട്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മുടെ എല്ലാ കുറവുകളും അറിഞ്ഞ് സ്നേഹിച്ച് നമ്മെ ഒരിക്കലും കുറ്റപ്പെടുത്താത്ത ഒരു സ്നേഹമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം നമ്മെ സ്നേഹിച്ചവരോട് സ്നേഹിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല. നമ്മെ വേദനിപ്പിച്ചവരെയാണ് നാം സ്നേഹിക്കേണ്ടത്. അതാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചത്. അപ്പോഴാണ് നമുക്ക് ആശ്വാസവും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.